കഴിവാത്ത തുണികളെല്ലാം ഇവിടെ അടുക്കി വയ്ക്കും. അപ്പൊ ഇതുവഴിയാണ് നൈറ്റ് വീട്ടുകാരടുത്ത് പറയാതെ പോണത്. ഇതിനെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്. പശുക്കൾക്ക് ഹൈ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു റീലെടുക്കാൻ വന്നതാണ്. റീലെടുക്കാൻ വന്നപ്പോൾ കുറച്ച് തടസ്സങ്ങളൊക്കെ കാരണം റീലെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വെക്കേഷൻ ഹോം ടൂർ എടുക്കാൻ വിചാരിച്ചു. നമ്മൾ കൂടുതൽ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ കൂടുതൽ ലൊക്കേഷൻ. അപ്പൊ ഇവിടുത്തെ ഒരു ഹോം ടൂർ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ വായോ, ഇതാണ് ഫസ്റ്റ് അവന്റെ വീട്ടിലെ ഗേറ്റ്. ഇതൊരു കയറും അതെ, അവിടെ പടി ആടെ എങ്ങനെ ഇതിലെ വസ്തു നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിടുന്നത് ഇവിടെയാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഇവിടെ നീ പടി ഇരിക്കുകയാണ്. കയറി വരുമ്പോ ഇതാണ് ഹാള്. ലൈറ്റ് ഇതാ, അതെ ഇതാണ് ഹാള്. ഇത് വെക്കേഷന് ചേച്ചിക്ക് കിട്ടിയ ട്രോഫികളും കാര്യങ്ങളാണ്. ഇവനൊന്നും കിട്ടിയിട്ടില്ല. ഇതിലാണ് ചേച്ചിക്ക് ഫുൾ A+ കാര്യങ്ങളൊക്കെ കിട്ടിയ ട്രോഫികൾ. ഇത് TV, ബോക്സിംഗ്, പിന്നെ ഇത് എന്ന് പറയുമ്പോൾ നമ്മളെ പശുക്കിടാങ്ങളുണ്ട്. പശുക്കിടാങ്ങൾക്കുള്ള പുണ്ണാക്കും കാര്യങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത്. ഇവിടെ കസേരയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത വിഘ്നേഷിന്റെ റൂമിലോട്ട് പോകാം. ഇതാണ് നമ്മളെ വിഘ്നേഷിന്റെ റൂം. കഴിവാത്ത തുണികളെല്ലാം ഇവിടെ അടുക്കി വയ്ക്കും. കഴിവാത്ത തുണികളെല്ലാം ഇവിടെ അടുക്കി വെച്ചിരിക്കും. പിന്നെ സ്വന്തം റൂം ഞാൻ കാണിച്ചിരുന്നു. ഈ ഒരു ഇതാണ് അവൻ കിടക്കുന്ന സ്ഥലം. അവന്റെ മെത്ത കണ്ടാണ്. പിന്നെ അവന്റെ സ്കിൻ പ്രൊട്ടക്ഷൻ സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. സ്കിൻ പ്രൊട്ടക്ഷൻ, ഒരു കളിപ്പാട്ടം. ഇനി അവന്റെ സൗന്ദര്യം നോക്കുന്ന കണ്ണാടികൾ. ഇതാണ് അവന്റെ സൗന്ദര്യം നോക്കുന്ന കണ്ണാടി. അവന്റെ റൂമിൽ മൊത്തത്തിൽ തന്നെ ഇവിടെ നോക്കുമ്പോൾ അവനായിട്ട് കിണർ കാണാം. പിന്നെ രാത്രി വീട്ടിൽ നിന്ന് ആഴത്തും പറയാതെ ഇറങ്ങുന്ന വഴിയാണ് ഇത് അവന്റെ. ഇത് വഴി ചാടും രാത്രി. ഇതുവഴി ചാടുന്നില്ല. ഇതുവഴി ചാടുമ്പോൾ വീണ്ടും വെളിയിലെത്തി. അപ്പൊ ഇതുവഴിയാണ് നൈറ്റ് വീട്ടുകാരടുത്ത് പറയാതെ പോണത്. ചാടി അങ്ങ് പോകും. ഇനി നമുക്ക് അടുത്തായിട്ട് പോവാം. ഇനി അടുത്ത അവിടെ റൂമുണ്ട്. അത് അച്ഛന്റെ റൂമാണ്, അച്ഛന്റെ അമ്മയുടെ റൂമാണ്. ഇവരൊരു കർഷക കുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ പുണ്ണാക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് പുണ്ണാക്കും. രവി അവന്റെ ഡ്രസ്സ് ഇടുന്നത്. രവി അവന്റെ അച്ഛൻ, രവി അവന്റെ അമ്മ എന്ന് പറഞ്ഞ വിഘ്നേഷിന്റെ അച്ചാച്ചനും അച്ചാമ്മയാണിത്. ഇവരൊക്കെ മരണപ്പെട്ടിരിക്കുന്നു. ഇത് തുറക്കണോ? അത് പൂട്ടിട്ടിരിക്കും, അടിച്ചിട്ട് ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് കണ്ണൻ വിഘ്നേഷ്. വിഘ്നേഷിന്റെ കൊച്ചെടുത്ത ഫോട്ടോ. അടുത്ത സ്റ്റേജിലോട്ട് പോവാം. ഇതാണ് ചേച്ചി കിടന്ന് ഉറങ്ങുന്നു. വിഘ്നേഷിന്റെ ചേച്ചി കിടന്ന് ഉറങ്ങുന്നു. ഇതാണ് നമ്മുടെ വിഘ്നേഷിന്റെ അടുക്കള. ഇതാണ് നമ്മുടെ വിഘ്നേഷിന്റെ അച്ഛൻ. ഹായ്, എങ്ങനെയുണ്ട്? സുഖം തന്നെ. പുതിയ ഇതിലോട്ട് ഇതൊക്കെയാണ്. ഇതാണ് പുണ്ണാക്ക് ഇടുന്ന. വിഘ്നേഷിന്റെ വീട്, അടുക്കള, കാര്യങ്ങൾ. നമ്മളിവിടെ ഫുഡൊക്കെ കഴിക്കാറുള്ളത്. ഇനി വിഘ്നേഷിന് കുറെ അതിഥികളുണ്ട്. പൂച്ചകൾ. എവിടെ പൂച്ചകൾ? ഇനി ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ വിഘ്നേഷിന്റെ തൊഴുത്ത് എടുത്ത് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ അതിഥികൾ. പിന്നെ കുറെ പൂച്ചകളുണ്ട് ഇതില്. ഇനി പശുക്കളൊക്കെ വേറെ പൂച്ച ഉണ്ടേ. പൂച്ച ഇതിനെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്. എല്ലാ ഇതിനെയും കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്. അടുത്തത് നമ്മുടെ വിഘ്നേഷിന്റെ വീട്ടിലെ കച്ചിൽ സെറ്റപ്പ്. ഇതൊക്കെയാണ് പശു കൊടുക്കുന്ന സാധനങ്ങളാ. പശുക്കളൊക്കെ ഉണ്ടാവും. വൈഡ് ആംഗിളിൽ പശുവിനെ കാണിച്ചു കൊടുക്കും. ഇതിപ്പോ വിഘ്നേഷിന്റെ ചേച്ചിക്ക് ഓടിച്ച് തെളിയെടുത്ത വണ്ടിയാണ്, ഓടിച്ച് തെളിയാൻ. അടുത്തൊരു സംഭവം വെറുതെ നമ്മളെ വിഘ്നേഷിന്റെ അച്ഛന്റെ വണ്ടി. എവിടെയാണ്? ബ്രോക്ക് ദുബായിക്ക് പോയത് 2 കാർ എടുത്താൽ നിറയെ പണപ്പെടുത്ത വിഘ്നേഷിന്റെ പടക്കുതിര നമ്മളെ
അവൻ്റെ വീട്ടിൽ ലോഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ലോഡിങ് എന്ന് പറയുമ്പോൾ ഈ കച്ചിലെടുക്കാൻ പോകാനും പുണ്ണാക്കെടുക്കാൻ പോകാനും ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അത് നമുക്ക് പശുക്കുട്ടികളെ കാണാം. കമോൺ, ഇതായിരിക്കും നമ്മളെ പയ്യന്മാര്. ഇതാണ് ചെടികളിലെ പശുക്കൾ. ഇതിന്റെ പേരെന്താണ് വിഘ്നേഷ്? പേര് പറയണ നമ്മുടെ പേരില്ല. പേരില്ലേ? സർസാംഗി പശുക്കുട്ടി. അത് ഭയങ്കര തോട് ഇതെല്ലാം ഇടിക്കും പറഞ്ഞു. അത് ഇടിക്കും. നോക്ക് പക്ഷെ ഞാൻ ശബരി ഇതോക്ക്. ഇനി എവിടെയും കണ്ടില്ലാത്തൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ഫാൻ. അത് നല്ലൊരു ചിന്താഗതി എന്ന് പറഞ്ഞ ചിന്താഗതി തന്നെയാണ്. അത് നമുക്ക് രവിയാമന്റെ അഭിപ്രായം ചോദിക്കാം. രവിയാമന്റെ ഇതാണ്. പിന്നെ അതുപോലെ പശുക്കൾക്ക് പാട്ട് കേൾക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. പാട്ടുക ഞാനാണ് ഓർഡർ ചെയ്തത്. രവിയാമനാണ് പൈസ കൊടുത്തത്, പക്ഷെ ഞാനാണ് ഓർഡർ ചെയ്തത്. തെറ്റി നമ്മളെ കാരണം നമ്മളിവിടെ താളല്ലേ. പാട്ടിടാ ഇഗ്നേഷ്, പാട്ടിടാ. പാട്ട് കയറി നമുക്ക് അടുത്തേക്ക് പോവാം. പുണ്ണാക്ക് കലക്കാൻ പോണം. പുണ്ണാക്ക് അടുത്ത കുട്ടി പശുക്കളുണ്ട്. കുട്ടി പശുക്കളെ കൊണ്ട് പേടിക്കണ്ട പേടിക്കണ്ട. നമ്മള് ചില ചില വീടുകളിൽ ഈ പശുക്കളൊക്കെ വരാറുണ്ട്. ഇതിന്റെ പേരെന്താണ് ഇഗ്നേഷേ? പേര് പറയും. പേരെന്നല്ലടാ, അമ്മയുടെ പേരില്ല. അടുത്തരാണെങ്കിൽ കാളക്കൊമ്പൻ. ഫുഡ് എടുക്കുന്നു. നമുക്ക് വേണ്ട എല്ലാവരും പേടിയാണ്. അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. നീ എന്തിനും കൊടുക്കാൻ പറഞ്ഞാണ് ചെല്ലുന്നത് വിൽക്കുന്നത്. ഞങ്ങൾ നമ്മുടെ കിണറിന്റെ വശത്തോട്ട് പോവാം. നേരം ഇത് അടുത്ത വേറെ തൊഴുത്താണ്. പശുക്കളെ അവിടെ തികയാത്ത പശുക്കളെ ഇവിടെ ഇടും. ആ പുറത്ത് കെട്ടിക്കുന്ന എല്ലാ പശുവിനെയും ഇവിടെ ഇട്ടേക്കുന്നത്. പുറത്ത് കെട്ടിക്കുന്ന പശുവിനെ ഇവിടെ ഇട്ടേക്കുന്നത്. ഇതാണ് ഉദ്ദേശിച്ച വാഴത്തോട്ട്. പിന്നെ അടുത്ത നമ്മള് കിണറ്റിന് വെള്ളം കൂടെ. എങ്ങനെയത് ഈ വെള്ളം കുടിക്കുന്നത്. നമ്മളെല്ലാരും കുടിക്കുന്ന വെള്ളം തന്നെയാണ്. പിന്നെ ഇതാണ്ടേ ഇതിലാണ് പശുക്കുട്ടികളെ കുളിപ്പിക്കുന്നു. പശുക്കുട്ടികളെ കുളിപ്പിക്കുന്ന